ഹിന്ദുക്കൾ 95% ഒരു ഗ്രാമം വിട്ടൊഴിയണമെന്ന് നോട്ടീസിന് പിന്നാലെ പടുകൂറ്റൻ ബോർഡ് ആ ഗ്രാമത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഗ്രാമീണരെല്ലാം ആശങ്കയിലാണ്. ഇത്തരം കാഴ്ചകൾ നാം മുമ്പ് കണ്ടിരുന്നു. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും ഗുജറാത്തിലെ ദ്വാരകയിലുമൊക്കെ. ഇതിൻ്റെ പിന്നിൽ വഖഫ് ബോർഡാണ്, സുന്നി വഖഫ് ബോർഡാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ പട്നയിൽ, അതായത് ബീഹാറിനുള്ള പട്നയ്ക്ക് സമീപമുള്ള ഫഫ്തുഹയിലെ ഗോവിന്ദപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഗ്രാമീണരോടാണ് 30 ദിവസത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻപും പലവട്ടം നോട്ടീസ് നൽകിയിരുന്നതാണ്. ഗ്രാമീണർ കോടതിയിൽ പോയതാണ്. കോടതിയിൽ ഒരു തെളിവും ഹാജരാക്കാൻ ഈ വഖഫ് ബോർഡിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, തങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാനുള്ള അധികാരമുണ്ട്, ഒരു പ്രത്യേക അധികാരമുണ്ടെന്നാണ് വഖഫ് ബോർഡ് കോടതിയിൽ പറഞ്ഞത്. ഏതായാലും ഇത് ആദ്യ സംഭവമല്ല. ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് ഏക്കർ, ഏതാണ്ട് 9.77 ലക്ഷം ഏക്കർ സ്വത്തുവകകളാണ് വഖഫ് ബോർഡിനുള്ളത്. ഇത് പലതും ഇത്തരത്തിൽ പിടിച്ചെടുത്തവയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡിന് ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് പറയുന്നതിന് പ്രത്യേക തെളിവുകളോ കാര്യങ്ങളോ ആവശ്യമില്ല. ഇത് മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയതായി വഖഫ് ബോർഡിൻ്റെ ബില്ല് കൊണ്ടുവന്നത്. അതിനെ എതിർക്കുന്നവർ ഇതിനുകൂടി ഉത്തരം നൽകിയിട്ട് പോയാൽ മതി. കാരണം ഇത്തരത്തിൽ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുക, തങ്ങളുടേതെന്ന് പറയുക, തങ്ങളുടെ പ്രദേശമാക്കി മാറ്റുക. കാരണം വഖഫ് ബോർഡ് രൂപീകരിച്ചത് ഇന്ത്യ ഗവൺമെൻറ് അല്ല. കാരണം മുഗളന്മാരുടെ ഭരണകാലത്ത് രൂപീകരിച്ച ഒരു ബോർഡാണ്. ആ ബോർഡ് ഇന്നും അതിൻ്റെ പ്രേതം പേറി മുൻപോട്ട് പോകുമ്പോൾ നിരാലംബരാകുന്നത് ഹൈന്ദവ വിഭാഗത്തിലെ വലിയൊരു കൂട്ടർ തന്നെയാണ്. അതിനെതിരെയാണ് പ്രതിഷേധം. തിരുച്ചിറപ്പള്ളിയിൽ നാം അത് കണ്ടു. തൊട്ടു പിന്നാലെ ദ്വാരക, ഗുജറാത്തിലെ ദ്വാരകയിലും നാം അത് കണ്ടു. ഇപ്പോഴിതാ വീണ്ടും എത്തിയിരിക്കുന്നു ബീഹാറിലെ പട്നയിൽ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.